Hello friends, Bangalore Thattukada പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അരുവിക്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അതായത് വേറൊരു രുചി തേടിയിലെ യാത്രയുടെ വേറൊരു സ്ഥലത്തെ സാധാരണ നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ തന്നെ റെസിപ്പി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ചെയ്യൽ. പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ വീഡിയോ പുറമേയുള്ള ഒരു റെസിപ്പി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ഹോട്ടലിലത്തെ ഒരു റെസിപ്പി. ഞാനിപ്പോൾ ഉള്ളത് അരുവിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തിരുവനന്തപുരത്തെ അരുവിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ഡാം, അരുവിക്കര ഡാം. പിന്നെ ഈ അരുവിക്കരനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഫേമസ് മലയാളം മൂവി കിരീടം, നമ്മുടെ ലാലേട്ടൻ്റെ കിരീടം എന്ന് പറഞ്ഞ മലയാളം മൂവി നടന്ന ഏറ്റവും പ്രധാന വേഷങ്ങൾ ചെയ്ത ഈ സ്ഥലമാണ് അരുവിക്കര. എന്താ പറയുക, നമ്മുടെ ഫൈറ്റ് സീനും തിലകൻ ചേട്ടൻ്റെ ഒക്കെ എല്ലാവരു സീനൊക്കെ നടന്നൊരു സ്ഥലമാണ് ഈ അരുവിക്കര എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ വിശേഷപ്പെട്ട വേറൊരു സ്ഥലമാണ് ഈ ഡാം എന്ന് പറയുന്നത്, അരുവിക്കര ഡാം എന്ന് പറയുന്നത്. ഈ അരുവിക്കര ഡാമിനോട് ചേർന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റ്, ചെറിയൊരു ഹോട്ടൽ, നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു 5-6 ആൾക്കാർ ചേർന്ന് നടത്തുന്ന ഒരു ഹോട്ടൽ, തീരം എന്ന് പറഞ്ഞ ഹോട്ടൽ. അവിടുത്തെ സ്പെഷ്യൽ ഐറ്റമായ ചിക്കൻ തോരൻ, കണവത്തോരൻ, കപ്പ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഐറ്റം. ഓക്കെ, ഒന്നാമത് ഇപ്പം നമ്മളിപ്പം ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ട്. കാരണം ഇപ്പം തന്നെ ഇവിടെ ഒരു 12 മണിയോളമായി. അവർ ഏകദേശം ഒരു 10-11 മണിയാകുമ്പോഴേക്ക് അവരുടെ റെസിപ്പിയെല്ലാം തീരും, അവരെ പ്രിപ്പറേഷനിൽ തീരും. പക്ഷെ എന്നാലും എന്തൊക്കെ ബാക്കിയുണ്ടോ അതൊക്കെ നമുക്ക് ഈ ക്യാമറ കണ്ണിലൂടെ നോക്കിയെടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് റെസിപ്പി കാണുകയും ചെയ്യാം, എന്തൊക്കെയാണ് ഹോട്ടലിൽ എങ്ങനെ വിഭവങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം. നമുക്ക് നമ്മുടെ റെസിപ്പി കാണാം, തീരം എന്ന റെസ്റ്റോറൻറ്റ് കാണാം, അതിൻ്റെ കിച്ചൺ കാണാം, അവരെങ്ങനെയാണ് കിച്ചൺ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാണാം. അതിനുശേഷം ഫുഡിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പം വാ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് അരുവിക്കരയുടെ എന്താ പറയുക തീരം എന്ന റെസ്റ്റോറൻറ്റ്. ഇതാണ് അരുവിക്കരയിലെ തീരം എന്ന റെസ്റ്റോറൻറ്റാണ്. ഇവിടുത്തെ രുചിയുടെ രഹസ്യം തേടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു 3-4 സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്, റെസിപ്പീസ് ഉണ്ട്. ചിക്കൻ തോരൻ അങ്ങനെയുള്ള പറഞ്ഞ ഒരു 3-4 സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ രുചി എങ്ങനെയാണ് ഇവർ ആ രുചി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇവർ ഇതിൽ ആഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഫസ്റ്റ് നമുക്ക് കിച്ചണിലേക്ക് തന്നെ പോകാം. നേരെ നമുക്ക് കിച്ചണിലേക്ക് കടക്കാം. അവിടുത്തെ എന്തൊക്കെ ഇപ്പം റെഡി ആയിട്ടുണ്ടെന്ന് തന്നെ അറിയില്ല, നമുക്ക് പോയി നോക്കണം. അപ്പോൾ എന്തൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് അറിയില്ല, നമുക്ക് നോക്കാം അത്. അതുപോലെ തന്നെ ഇനി റെഡിയാക്കാനുള്ള അതിൻ്റെ റെസിപ്പീസ് അവരോട് ചോദിക്കാം. അപ്പോൾ നമുക്കിനി അതുപോലെ നമുക്ക് വീട്ടിൽ പാചകം ചെയ്യാൻ പറ്റുന്നത് എത്രയോ ബെറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് അരുവിക്കരയുടെ തീരം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് രുചിയുടെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കിയിട്ട് വരാം. വാ. അപ്പോൾ നമ്മൾ തീരം റെസ്റ്റോറൻറ്റ് ഈ കിച്ചൻ്റെ ഉള്ളിലേക്ക് നമ്മളിപ്പം കടക്കിലാണ്. അപ്പോൾ അതിൽ നിന്ന് ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ചിക്കൻ കറി. ഞാൻ ഇതിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വന്നത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ലേറ്റായി പോയി നമ്മൾ വന്നത്. പക്ഷെ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കിച്ചൻ്റെ ഉള്ളിലേക്ക് കടന്നു നോക്കാം. അപ്പോൾ നമ്മളിപ്പം ഇവിടെ കാണുന്നത് നമ്മളൊരു സാധാരണ ഒരു ഹോട്ടലിൻ്റെ ഒരു രീതിയിലല്ല ഞാനിപ്പോൾ ഇവിടെ കാണുന്നത്. കാരണം എല്ലാം നല്ല വൃത്തിയിൽ തന്നെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. നമ്മളെല്ലാം ഇപ്പോൾ ഇവിടെ എല്ലാം അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബീഫ്, ചിക്കൻ തോരൻ, കപ്പ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ തന്നെ റെഡിയായി. ഇപ്പം ഒരു ടൈം ഇപ്പോൾ ഒരു 12 മണിയായിട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാവരും കഴിക്കാനായിട്ട് വരുന്ന ടൈമാണ്. അപ്പോൾ ഇപ്പം തന്നെ എല്ലാം റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു മീൻ ഫ്രൈ, ഫിഷ് ഫ്രൈൻ്റെ 2 തരം ഫിഷ് ഫ്രൈ, 3 തരം ഫിഷ് ഫ്രൈ കാണിക്കുന്നുണ്ട് ഇവിടെ. അതവർ കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഒന്ന് കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ വിഭവം, അതായത് കണവത്തോരൻ, അത് ഇപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇവരോട് തന്നെ നമുക്കൊന്ന് ചോദിക്കാം. അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് ഇവരോട് തന്നെ ഒന്ന് ചോദിക്കാം. ഇത് നമ്മുടെ സ്പെഷ്യൽ കണവത്തോരനാണ്. ഇത് ഏതാണ്ട് കഴിഞ്ഞു. ഇത് ആദ്യം എണ്ണ ചൂടാക്കിയതിന് ശേഷം സവാള വഴറ്റിയതിന് ശേഷം കണവ ഇതിൽ ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി ഇത് ചതച്ച് ഇതിൽ ആഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഇതെല്ലാം ആഡ് ചെയ്യുന്നു. അതിനുശേഷം ചെറുതായുള്ള തീയിൽ നന്നായി ഇങ്ങനെ പുരട്ടി എടുക്കണം. അപ്പം ഇവരാണ് നമ്മുടെ തീരം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിനെ ഇത്രയും ഫേമസിലേക്ക്, അതായത് ആ രുചിക്കൂട്ടുകൾ കൊണ്ട് ഇത്രയും ഫേമസിലേക്ക് എത്തിച്ചവർ. നമുക്ക് ആദ്യം ഇവരൊന്ന് പരിചയപ്പെടാം. കാരണം ഇവർ ഒരു കുടുംബശ്രീ പ്രവർത്തകർ കൂടി, കുടുംബശ്രീയിലെ ഒരു അംഗങ്ങളാണ്. 5 പേര് കൂടിയിട്ടാണ് ഇപ്പോൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ചോദിച്ചറിയാം എങ്ങനെയൊക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, എന്തായിരുന്നു ഇതിനോട് ഈ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു, ഇങ്ങനെ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വില വിവര പട്ടികകൾ നോക്കിയാൽ തന്നെ വല്ലാത്തൊരു ഇതാണ്. കാരണം
എത്രയോ വിഭവങ്ങൾ കൂടിയിട്ട് ചെറിയ നിരക്കിൽ ഇവർക്ക് എങ്ങനെ ഈ ഫുഡ് മറ്റുള്ളവർക്ക് എത്തിക്കാൻ കഴിയുന്നു എന്ന് കൂടി നമുക്കൊന്ന് ചോദിച്ചറിയാം. അപ്പം ജിജിയാണ് ഈ തീരെന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് സെക്രട്ടറി. നമുക്ക് ജിജിയോട് തന്നെ ഫസ്റ്റ് ചോദിക്കാം എങ്ങനെയാണ് അവരുടെ ജിജി തന്നെ പരിചയപ്പെടുത്തട്ടെ എല്ലാവരും. ജിജി, അപ്പം ആരൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ആളുകൾ? എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്? ഇങ്ങനെ ഇത് രാജി, സരോജ ആൻറ്റി, അമ്പിളി ചേച്ചി, നമ്മൾ ഒരാളും കൂടെയാണ് മായ ചേച്ചി വന്നിട്ടില്ല, ഇന്ന് ലീവാണ്. ഞങ്ങൾ 5 പേര് ചേർന്നിട്ടാണ് ഇപ്പോൾ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈവനിങ് വരെയാണ് ഞങ്ങൾ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പം ഇവിടെ രാവിലത്തെയും ഈവനിങ് എല്ലാം ഫുഡ് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ട്, വൈകുന്നേരം ചായ, പലഹാരം. എങ്ങനെയാണ് ഇവിടുത്തെ ഈ ഫുഡിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ? നമ്മൾ സാധാ കടകളിലെക്കാളും ഊണിന് അല്പം വില കുറവാണ്. ബാക്കിയെല്ലാം ഏതാണ്ട് സാധാ കടകളിലെ പോലെ, ഏതാണ്ട് തട്ടുകടകളുടെ രീതിയാണ് ഇവിടെ ഫോളോ ചെയ്ത് വരുന്നത്. ഊണിന് എന്തൊക്കെയാണ് നിങ്ങൾ മെയിൻ ആയിട്ടുള്ള സ്പെഷ്യൽ വിഭവങ്ങൾ? ഓക്കെ, കണവ തോരനുണ്ട്, മീൻ ഫ്രൈസ് ഉണ്ട്, പിന്നെ ചിക്കൻ തോരൻ, ബീഫ്, എങ്ങനെയാണ്. ഞങ്ങള് 2 വർഷമായി. അതെ. അപ്പം 2 വർഷത്തോളമായി ഈ തീരം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഇവിടെ. നമുക്കിനി അതിൻ്റെ ടേസ്റ്റ്, ഫുഡിൻ്റെ ടേസ്റ്റ് ഇവർ പറയുന്ന കട നമുക്ക് തന്നെ രുചിച്ചൊന്നറിയാം. എങ്ങനെയാണ് ഇതിൻ്റെ ഫുഡിൻ്റെ ടേസ്റ്റ്, എന്തൊക്കെയാണ് ഇവർ നമുക്ക് തരാൻ പോകുന്നതെന്ന് എല്ലാം നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വലിയൊരു എന്താ പറയുക ഒരു ഫുഡിൻ്റെ നടുക്കാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം അച്ചാറുണ്ട്, പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ട്, ഇത് ചൂര ഫിഷ് ഫ്രൈ ഉണ്ട്, പിന്നെ ബീട്രൂട്ട് വറവ്, ചിക്കൻ കറി, കണവത്തോരൻ, പച്ചടി, കപ്പ, ബീഫ് തോരൻ, ചിക്കൻ തോരൻ, പിന്നെ നമ്മളെ ചോറ്, നാടൻ സാമ്പാർ, പുളിശ്ശേരി. അപ്പോൾ ഇപ്പോൾ ഇത്ര വിഭവമാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇവർ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ടേസ്റ്റ് നോക്കാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത്രത്തോളം വിഭവം ടേസ്റ്റ് നോക്കാൻ എനിക്ക് തരണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റും ഇവിടുത്തെ ടേസ്റ്റ്. കാരണം ഇവർ പറയുന്ന ചെറിയ ഏതൊരു അച്ചാറിന് പോലും ഇവിടേതായിട്ട് സ്പെഷ്യൽ ടേസ്റ്റാണ് ഇവർ പറയുന്നത്. കാരണം അല്ലാതെ നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് പോയാൽ ഏറ്റവും ടേസ്റ്റില്ല സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ നമ്മുടെ മുന്നിലേക്ക് അവർ വെച്ച് തരും. പക്ഷേ ഇവിടെ അവർ ചെയ്തിരിക്കുന്നത് ഇവിടെ എന്താ പറയുക ആൾക്കാർക്ക് കൊടുക്കുന്ന എല്ലാ വിഭവവും എൻ്റെ മുന്നിൽ വെച്ചിട്ടും ടേസ്റ്റ് നോക്കിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അത്ര ധൈര്യത്തിലാണ് ഇവരിപ്പം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ധൈര്യം, അവരുടെ ധൈര്യം സമ്മതിച്ച് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ടേസ്റ്റിൻ്റെ അകത്ത് നമുക്കൊന്ന് സമ്മതിച്ച് കൊടുക്കാൻ പറ്റുമോ നോക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഫുൾ കൺഫ്യൂഷനായിട്ട് കേൾക്കുന്നത്. ഏതാണ് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടതെന്നില്ല ഫുൾ കൺഫ്യൂഷനായിട്ടല്ലേ ഇത്. അപ്പോൾ നമുക്ക് ബീഫിൽ നിന്ന് തുടങ്ങാം അല്ലേ. നമുക്ക് ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഫസ്റ്റ്, അതിന് ശേഷം നമുക്ക് ഫുഡ് ടേസ്റ്റ് തുടങ്ങാം. ഇവർ പറഞ്ഞ കറക്റ്റ് കേട്ടോ. നമ്മൾ ഈ തട്ടുകടയിലും കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് തട്ടുകടയിൽ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു എല്ലാ മസാലയിലും കൂടി ചേർന്നുള്ള ടേസ്റ്റ് ഇല്ലേ, അതേ ടേസ്റ്റാണ് ബീഫിനല്ല ഉള്ളത്. പിന്നെ കണവത്തോരൻ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. ഞാൻ ഇതുവരെ കഴിച്ചിരുന്നില്ല കണവത്തോരൻ, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ കണവത്തോരൻ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കൻ തോരൻ, ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് നമുക്കെന്താ പറയാം കമ്പയർ ചെയ്യാൻ കഴിയുന്നില്ല. എനിക്ക് സത്യം പറയാം, എങ്ങനെയാണ് ഇതൊന്ന് കമ്പയർ ചെയ്ത് നിങ്ങളോട് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു നമുക്കിതെല്ലാം വേറെ വീഡിയോ ആയിട്ട് ഒന്നും കൂടി കാണിക്കേണ്ടി വരും. ഇതുവരെ റെസിപ്പി എന്താ, ഇവർ ആ സ്പെഷ്യൽ എന്താണെന്ന്. പിന്നെ ഇവർ സ്പെഷ്യൽ പറഞ്ഞതൊരു കാര്യമുണ്ട്, ഇവരൊന്നും പുറമേ നിന്ന് വാങ്ങുന്നത്, അതായത് മസാലക്കൂട്ടുകളെല്ലാം ഇവർ വീട്ടിൽ നിന്നും ഇവിടെ നിന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഇതാണ്. അതായത് ഒരു മായോ ഒന്നുമില്ലാത്ത മസാലപ്പൊടികൾ ഇവരുടേതായിട്ട് വീടുകളിൽ നിന്നും പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ആ മസാലക്കൂട്ടുകൾ മാത്രമാണ് ഇവരോട് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് അത് ഏതൊരാൾക്കും വന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അപ്പം ഈ അരുവിക്കരയിൽ ഈ ഒരു ഡാമിൻ്റെ അടുത്ത് കാണാനായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തീരം റെസ്റ്റോറൻറ്റ് ഇനി മറക്കണ്ട. ഞാനിനി മറക്കില്ല, എൻ്റെ കൂട്ടുകാരോടും മറക്കാൻ പറയില്ല. കാരണം അവർക്കൊക്കെ ഞാനിത് അയച്ചു കൊടുക്കും. അത്രയും ടേസ്റ്റ്. അപ്പം ഇനി ബാക്കിയുള്ളത് ചിക്കൻ കറിയാണ്. നമുക്ക് ചോറിന് ഒഴിച്ചിട്ട് ടേസ്റ്റ് നോക്കാം. മീൻ
ചൂര ഫ്രൈ. ഈ ചൂരക്ക് നമ്മുടെ നാട്ടിൽ കേതൽ എന്നൊരു പേര് പറയും. അത് ഞാൻ കണ്ണൂരും ചില സ്ഥലങ്ങളൊന്നും കേട്ടിട്ടില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കേതൽ എന്ന് പറഞ്ഞ പേര് എനിക്ക് കിട്ടിയത് ട്രിവാൻഡ്രത്തു നിന്നാണ്. ട്രിവാൻഡ്രത്ത് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, അവരുടെ നിന്നാണ് ഈ കേതൽ എന്ന് പറഞ്ഞ പേര് എനിക്ക് കിട്ടിയത്. പക്ഷേ ഈ തിരുവനന്തപുരം വന്നിട്ട് അവർക്കാർക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം വന്നതെന്ന് എനിക്കറിയില്ല. ബീട്രൂട്ട് തോരൻ, ചിക്കൻ കറി, എന്തൊക്കെ കഴിക്കേണ്ടത് നല്ലൊരു ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു. നമുക്ക് ഇനി ഫുഡ് കഴിച്ചു തുടങ്ങല്ലേ, എല്ലാം കൂടി കൂടുതലും കഴിച്ച് നോക്കാം, എങ്ങനെ ടേസ്റ്റ് നോക്കാം. ചിക്കൻ തോരൻ എടുത്തു, ബീഫ് തോരൻ എടുക്കാം, കുറച്ച് കണവത്തോരൻ എടുക്കാം, എല്ലാത്തിനും ഒരുമിച്ച് എന്നാ സ്പേസ് നോക്കണം. നമുക്ക് കുറച്ച് ബീട്രൂട്ട് തോരൻ എടുത്തു. ശരിക്കും വീട്ടിൽ നിന്ന് കഴിക്കുന്ന എനിക്ക് ശരിക്കും ചിരി വരുന്നു. കാരണം ഇങ്ങനൊരു ടേസ്റ്റ് ഹോട്ടലിൽ പോയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഈ ഒരു രീതിയിൽ ആദ്യമായിട്ട് എൻ്റെ സദ്യ കേട്ടോ. ശരിക്കും അത്രയും ടേസ്റ്റ്, ഇവരെ കൈപുണ്യം അത് ഇവർക്ക് സമ്മതിച്ചു കൊടുക്കാണ്ടിരിക്കാൻ കഴിയില്ല. നമുക്ക് സമ്മതിച്ചു കൊടുക്കണം ഇവരുടെ കൈപുണ്യം. നിങ്ങൾ എന്തായാലും അറിയണം, ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വരണം, ഫുഡ് കഴിക്കണം. ഒരാളും ഈ ഒരു ഫുഡ് കഴിച്ചിട്ട് എൻ്റെ വീഡിയോന് ഒരു മോശം കമൻ്റ് ഇടില്ല എന്നുള്ള കാര്യത്തിൽ 100% എനിക്ക് ഉറപ്പാണ്. നമുക്കിനി കപ്പയും ബീഫും കഴിച്ചു നോക്കാം. ഈ കണവത്തോരൻ വല്ലാത്തൊരു ടേസ്റ്റ് ആയിട്ടാണ്. എന്തൊക്കെയോ നല്ലൊരു ടേസ്റ്റ് എനിക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്. സാധാരണ ഒരു ബീഫും ചിക്കൻ എന്നെല്ലാം പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റാണ്. ബീഫ് എന്നെല്ലാം പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റാണ്. അതുകൊണ്ട് തന്നെ ബീഫ് ഞാൻ കൂടുതൽ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. പല ഇതിലും ഞാൻ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെന്തൊരു നല്ലൊരു വെറൈറ്റി. ഇവർ പറഞ്ഞ പോലെ ഈ മസാലേൻ്റെ ഇതായിരിക്കാം, സ്പെഷ്യലായിരിക്കാം, നല്ലൊരു വെറൈറ്റി. അപ്പോൾ ജിജി എന്താണ് നിങ്ങളുടെ ഐറ്റം? കാരണം എന്നോട് പറഞ്ഞത് നിങ്ങൾ ഉണ്ടാക്കുന്ന മസാലേൻ്റെ കൂട്ട് ഇതൊക്കെയാണ് എന്നോട്. എന്താണ് ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഇത്രയും ടേസ്റ്റ് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ ഈ മസാലയെല്ലാം ഇവിടെ പൊടിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ കടയിൽ നിന്ന് മസാലയായിട്ട് വാങ്ങാറില്ല. മുളക് പൊടി, മല്ലിപ്പൊടി ആയാലും ഞങ്ങൾ വാങ്ങിച്ച് പൊടിക്കുകയാണ് ചെയ്യാറുള്ളത്. കുരുമുളക് പൊടി, മസാലപ്പൊടി ഞങ്ങളെല്ലാം വാങ്ങിച്ച്. ഒന്നും പാക്കറ്റ് ആയിട്ട് നിങ്ങൾ കടയിൽ നിന്ന് ഒന്നും വാങ്ങുന്നില്ല? പിന്നെ ഞങ്ങളുടെ സ്നേഹവും എല്ലാം ഇതിലുണ്ട്. ഓക്കെ. അപ്പോൾ ഈ 4-5 പേരുടെ ആൾക്കാരുടെ കൈപുണ്യം തന്നെയാണ് ഇതിൻ്റെ രുചി. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ റെസിപ്പി ഒന്ന് നമുക്ക് ഓരോന്നിൻ്റെ വെറൈറ്റി ആയിട്ട് ഓരോന്നിൻ്റെ റെസിപ്പി എന്തായാലും അറിഞ്ഞേ മതിയാവും. ഇതെന്തായാലും നമുക്കൊന്ന് അടുത്തൊരു വീഡിയോ, ഓരോ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ എന്തായാലും ഞാൻ ചെയ്യും. കാരണം ഇതിൻ്റെ ടേസ്റ്റ് അത്രക്കുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഈ ഓരോ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചില്ല എന്ന് പറഞ്ഞെങ്കിൽ അത് എൻ്റെ ഏറ്റവും വലിയ ഫോൾട്ട് തന്നെയാണ്. അപ്പോൾ അത് ഞാൻ എന്തായാലും ഞാൻ ഓരോ ഫുഡിൻ്റെ ഓരോ റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരും. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കഴിക്കാൻ വേണ്ടി വരുന്നത്. പിന്നെ വെജിറ്റേറിയൻ ആയതുകൊണ്ട് നോൺ വെജിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷേ എങ്കിലും നല്ല ഫുഡാണ്, വളരെ നന്നായിട്ടുണ്ട് ഇവിടെ. ഇനി ഈ സാധാരണ അപ്പുറത്തുള്ള ഹോട്ടലൊക്കെയാണ് കഴിക്കുന്നത്. ഇനിയിപ്പോൾ ഇതുവഴി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് തന്നെ കഴിക്കണം. ഫുഡ് കൊള്ളാം. ഞാൻ അരുവിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. എൻ്റെ പേര് ഐമിനി എന്നാണ്. നമ്മുടെ പഞ്ചായത്തിൽ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് 5 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്രൂപ്പ് സംരംഭമാണ് ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്ന ഈ തീരം റെസ്റ്റോറൻറ്റ്. പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നല്ല ഫുഡ് കിട്ടണമെങ്കിൽ നമുക്ക് മറ്റ് സ്ഥലങ്ങളെ, മറ്റ് പഞ്ചായത്തുകളെയും ഒക്കെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ സബ്സിഡിയോടുകൂടി തന്നെ ഇത്തരം ഒരു സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഈ പ്രദേശത്ത് നിന്നും ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞും കേട്ടും ഒട്ടനവധി പേര് ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ തീരം റെസ്റ്റോറൻറ്റ് ഈ രുചിയുടെ രഹസ്യം തേടിയുള്ള യാത്ര നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇവിടുത്തെ അതായത് ഈ തീരത്തിൻ്റെ രുചി, ഓരോ വിഭവത്തിൻ്റെ രുചി എന്താണെന്നുള്ള വീഡിയോസ് ആയിരിക്കണം അടുത്തത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. ഓരോ വിഭവവും എങ്ങനെ അവർ പ്രിപ്പയർ ചെയ്യുന്നത്, അവരുടെ റെസിപ്പി, അവരുടെ കൂട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം ഇഷ്ടപ്പെട്ടതിൽ ഇതെന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അടുത്ത് ഇതേപോലുള്ള ഏതെങ്കിലും ഇത്രയും രുചികരമായ ഇത്രയും സ്പെഷ്യാലിറ്റിയിൽ ഏതെങ്കിലും ഹോട്ടൽ, ഏതെങ്കിലും റെസ്റ്റോറൻറ്റ്, ഏതെങ്കിലും തട്ടുകട ഉണ്ടെങ്കിൽ കൂടി ഞങ്ങളെ അറിയിക്കാം. നിങ്ങളുടെ കമൻറ്റിലൂടെയും അതുപോലെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെയും നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ, ഒരു റെസിപ്പി ആകാം, അല്ലെങ്കിൽ അതുപോലുള്ള വേറെ ഏതെങ്കിലും ഒരു ഹോട്ടലാകാം, ഇതുപോലെ ഏതെങ്കിലും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് ഞാനുണ്ടാകും. അതുവരെ ബൈ.